നീ പാറുവിനോട് കിണറ്റിലോട്ടെടുത്ത് ചാടാനൊന്നും അല്ലല്ലോ പറയുന്നത്, നിന്നെ കല്യാണം കഴിക്കാനല്ലേ. പാറുവിന് നിന്നോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് കേട്ടാ സന്തോഷിക്കുകയല്ലേ ഉള്ളൂ. കൈലാസാറും അമ്മയൊക്കെ എതിർത്തപ്പോഴും നിങ്ങൾ ഒരുമിച്ച് നിന്നത് കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശത്തോട് തന്നെയല്ലേ. പിന്നെന്താ ഇപ്പൊ ഒരു മാറ്റം? ദൈവമാണോ വിധിയാണോ ജോത്സ്യരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ശക്തി നിങ്ങൾ ഒരുമിപ്പിക്കാനല്ലേ ശ്രമിക്കുന്നത്. അതിനെന്തിനാ നിങ്ങൾ എതിർക്കുന്നത്? ലക്ഷ്മിയുടെ കല്യാണം മുടക്കി അതേ മണ്ഡപത്തിൽ നിങ്ങളുടെ കല്യാണം നടത്താനൊന്നും അല്ലല്ലോ അമ്മ പറയുന്നത്. ലക്ഷ്മിയുടെ കല്യാണം വൈകാതെ കഴിയില്ലേ? അത് കഴിഞ്ഞ് സമയം കിടക്കുമല്ലേ. പാറുന്റെ അച്ഛനും അമ്മയെ സമ്മതിപ്പിച്ച് കല്യാണം നടത്താൻ ഇഷ്ടം പോലെ സമയമുണ്ട്. വലിയ ആർഭാടമൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് കല്യാണം നടത്തിയാൽ മതി. പാറുവിന്റെ വീട്ടുകാർക്ക് അതായിരിക്കും സൗകര്യം. ഇങ്ങനെ കാര്യങ്ങൾ നടത്തണോന്ന് തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയ വഴി മുന്നിൽ താനെ തെളിഞ്ഞു വന്നോളൂ. അല്ലാതെ എന്ത് ചോദിച്ചാലും നടക്കില്ല പറ്റില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നാ നീ മാനത്ത് നോക്കി ഇരിക്കേ ഉള്ളൂ. നിനക്ക് ജാതകത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഇപ്പോഴേ മനസ്സിലാക്കിയത് നന്നായി. എന്നാണെങ്കിലും പാറുവിന്റെ കഴുത്തിൽ നീ തന്നെയല്ലേ താലി കെട്ടാൻ പോകുന്നത്. അത് കുറച്ചു നേരത്തെ ആയ എന്താ കുഴപ്പം? താൻ പാതി ദൈവം പാതി എന്ന് കേട്ടിട്ടില്ലേ? നീ ചെയ്യേണ്ടത് ചെയ്താലേ ദൈവം പോലും നിന്റെ കൂടെ നിൽക്കും. നിനക്ക് അവളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ സംസാരിച്ച് സമ്മതിപ്പിച്ചോളാം. അമ്മ സംസാരിച്ച അവള് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലമ്മേ. എന്നാ നീ സംസാരിക്കേ. അവളെ പ്രേമിച്ചത് നീയല്ലേ, അപ്പോ ഈ കാര്യത്തിൽ സമ്മതം വാങ്ങേണ്ടത് നീ തന്നെയാ. നിന്റെ അവസ്ഥ പറഞ്ഞിട്ടും അവള് നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അവക്ക് നിന്നോട് അത്രക്കുള്ള സ്നേഹമുള്ളെന്ന് നീ മനസ്സിലാക്കണം. ദർശനേ, നീ മിണ്ടാതിരിക്കെ. അവള് പറയുന്നത് നീ കാര്യാക്കണ്ട. നീ പാറുവിനോട് സംസാരിച്ച അവള് സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അമ്മയ്ക്ക് വേണ്ടി നീ അവളോടൊന്ന് ചോദിക്കണം. ശരി, ഞാൻ സംസാരിക്കാം. എന്താ പ്രിയൻ ഈ സമയത്ത് കാണണമെന്ന് പറഞ്ഞ എന്തേലും പ്രശ്നമുണ്ടോ? ഉണ്ട് സർ, ഞാൻ വല്ലാത്തൊരവസ്ഥയില. എന്ത് ചെയ്യണമെന്ന് അറിയാത്തോണ്ടാ ഞാൻ സാറിനെ വിളിച്ചത്. സാറിന് ബുദ്ധിമുട്ടായോ? ഹേയ് പ്രിയൻ, കാര്യം എന്താണെന്ന് പറ. കുറച്ച് ദിവസമായിട്ട് പാറുവിന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട് സർ. ശരിയാ, ഞാനും ശ്രദ്ധിച്ചു. ഞാൻ പാർവതിയോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോ അവൾ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു. പ്രിയൻ ടെൻഷൻ അടിക്കണ്ട. ഹെൽത്ത് ഇഷ്യൂസ് കാരണമായിരിക്കും പാർവതി അങ്ങനെ പെരുമാറുന്നത്. അല്ല സർ, പ്രശ്നം അവളുടെ ശരീരത്തിനല്ല, മനസ്സിന്. അവള് മനസ്സിലെന്തോ വലിയ പ്രശ്നം കൊണ്ട് നടക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ എത്ര ചോദിച്ചിട്ടും അവള് പറയുന്നില്ല. പാർവതിയുടെ പ്രോബ്ലം എന്താണെന്ന് അറിഞ്ഞാലല്ലേ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ. ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? അവളുടെ ചേച്ചിയുടെ കല്യാണത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട് സർ. രുദ്രൻ ലക്ഷ്മിയുടെ കല്യാണത്തിന് ബുക്ക് ചെയ്ത പഞ്ചായത്ത് ഹാള് അതേ ദിവസം മറ്റാർക്കോ കൊടുത്തു. അവന് പഞ്ചായത്തില് വലിയ പിടിപാടാണല്ലോ. എത്രയും പെട്ടെന്ന് മറ്റൊരു ഹാള് ശരിയാക്കാൻ പാറുവും കുടുംബവും കഷ്ടപ്പെടുക. എനിക്കവരെ സഹായിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട് സർ. പക്ഷേ പാറു എന്നെ വിശ്വസിക്കുന്നില്ല. സാർ അവളോടൊന്ന് സംസാരിച്ച അവക്കൊരു ധൈര്യം കിട്ടും. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ആ ഹോള് കിട്ടിയില്ലെങ്കിൽ വേണ്ട, ആ നാട്ടിലെ ഏറ്റവും വലിയ ഹോള് ലക്ഷ്മിയുടെ കല്യാണത്തിന് ഞാൻ ബുക്ക് ചെയ്തുതരാം. പാർവതിയോട് ഞാൻ സംസാരിച്ചോളാം. താങ്ക് യു സർ. ഇപ്പോ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയില്ലേ? ഇനി ഒരു പ്രശ്നം കൂടിയുണ്ട് സർ. അമ്മ ഒരു ജോലിസിനെ കണ്ട് എന്റെ ജാതകം കാണിച്ചു. 3 മാസത്തിനുള്ളിൽ എന്റെ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഈ ജന്മത്തിൽ
എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ലെന്നാ അയാൾ പറയുന്നത്. അമ്മ അത് കേട്ടിട്ട് ആകെ പേടിച്ചിരിക്കുക.